أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا ولو تقبل آمين يا رب العالمين اللهم صل على محمد وعلى آل محمد الحمد لله رب العالمين إن شاء الله بإذن الله നമ്മള് സൂറത്തുൽ അറാഫിലാണ് നിൽക്കുന്നത്. സൂറത്തുൽ അറാഫിലെ 100ാമത്തെ ആയത്ത് മുതലാണ് ഇനി എടുക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا ولم تقبل آمين يا رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഭൂമിയിലെ ഖിലാഫത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിനെയും ഫിറഔനെയും കുറിച്ച് പറയുകയും അതുപോലെ തന്നെ പീഡനത്തിന് ക്ഷമയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത് എങ്ങനെയെന്നുള്ളതും പിന്നെ ദുരന്തങ്ങൾ എല്ലാം നമുക്ക് മുന്നറിയിപ്പുകളാണ് വരാൻ പോകുന്ന ഒരു വലിയൊരു മഹാദുരന്തത്തിന്റെ മുന്നറിയിപ്പുകളായിട്ടാണ് പല ദുരന്തങ്ങളും വരുന്നത് എന്നുള്ള പഠിപ്പിക്കുകയാണ്. പിന്നെ ഈ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷയും നാശവും ആരംഭിക്കുകയാണെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അതായത് ഇസ്രായേൽ സന്തതികളൊക്കെ രക്ഷപ്പെടുകയും ഫിറഔനും അനുയായികളും മുക്കി നശിപ്പിക്കപ്പെടുകയും ചെയ്തത് പഠിപ്പിക്കുകയും മൂസ അലൈഹി ഇസ്ലാമിന് തൗറാത്ത് കൊടുത്തതിനെ കുറിച്ചിട്ടും അതിനുശേഷം പശുവിനെ ആരാധിച്ച സമൂഹമായി മാറിയത് അവരെങ്ങനെയാണെന്നുള്ളത് പഠിപ്പിക്കുകയും പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപവും ദുആയും ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകളും പുറത്തു തരുമെന്നും പഠിപ്പിക്കുകയാണ്. അതിനുശേഷം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സ്വഭാവത്തെ കുറിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഖുർആനോട് നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നും വിനയം നിറഞ്ഞുകൊണ്ടുള്ള ആരാധനയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതെന്നുമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം നമുക്ക് അഹങ്കാരം നാശത്തിലേക്ക് കൊണ്ടുപോയെന്നും ക്ഷമയും തഖ്വയും കൂടി വിജയം ലഭിക്കുമെന്നും ചരിത്ര കഥകളൊക്കെ മുന്നറിയിപ്പുകളാണെന്നും അള്ളാഹുവിന്റെ കാരുണ്യമാണ് ഏറ്റവും വിപുലമായത് ഏറ്റവും അനുഗ്രഹീതമായതെന്നും ഖുർആനാണ് ജീവിതമാർഗമെന്നും പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. 206 ആയത്ത് വരെയാണ് ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുക കേട്ടോ. ഇൻഷാ അല്ലാഹ് 100ാമത്തെ ആയത്ത് മുതൽ 206 ആയത്ത് വരെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم 100ാമത്തെ ആയത്തിലാണ്. പഴയ അവകാശികൾക്ക് ശേഷം ഭൂമിയുടെ അനന്തരാവകാശികളായി തീരുന്നവർക്ക് നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ കുറ്റകൃത്യങ്ങളുടെ ഫലമായി നാം ശിക്ഷ ഏൽപ്പിക്കുന്നതാണ് എന്ന ബോധം അവരെ നേർവഴിയിലേക്ക് നയിക്കുന്നില്ലേ? നാം അവരുടെ ഹൃദയങ്ങളിൽ മുദ്ര വെക്കുകയും ചെയ്യും. അപ്പോൾ അവർ ഒന്നും കേട്ട് മനസ്സിലാക്കാത്തവരായിത്തീരും. ആ നാടുകളുടെ വൃത്താന്തങ്ങളിൽ ചിലത് നാം നിനക്ക് വിവരിച്ചു തരികയാണ്. അവരിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായി. എന്നിട്ടും മുമ്പ് അവർ നിഷേധിച്ചു തള്ളിയതിൽ അവർ വിശ്വസിക്കുകയുണ്ടായില്ല. സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ മേൽ അപ്രകാരം അള്ളാഹു മുദ്രവെച്ചു. അവരിൽ അധിക പേർക്കും കരാറ് പാലിക്കുന്ന സ്വഭാവം നാം കണ്ടില്ല. തീർച്ചയായും അവരിൽ അധിക പേരെയും ധിക്കാരികളായി തന്നെയാണ് നാം കണ്ടെത്തിയത്. പിന്നീട് അവരുടെയൊക്കെ ശേഷം മൂസയെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി ഫിറഔന്റെയും അവന്റെ പ്രമാണിമാരുടെയും അടുക്കിലേക്ക് നാം നിയോഗിച്ചു. എന്നാൽ അവർ ആ ദൃഷ്ടാന്തങ്ങളോട് അന്യായം കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നോക്കുക നാശകാരികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന്. മൂസ പറഞ്ഞു, ഫിറഔനെ, തീർച്ചയായും ഞാൻ ലോകരക്ഷിതാവിങ്കിൽ നിന്നുള്ള ദൂതനാകുന്നു. അള്ളാഹുവിന്റെ പേരിൽ സത്യമല്ലാത്തതൊന്നും പറയാതിരിക്കാൻ കടമപ്പെട്ടവനാണ് ഞാൻ. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതിനാൽ ഇസ്രായേൽ സന്തതികളെ എന്റെ കൂടെ അയക്കൂ. ഫിറഔൻ പറഞ്ഞു, നീ തെളിവും തന്നെയാണ് വന്നിട്ടുള്ളതെങ്കിൽ അതെങ്കിൽ കൊണ്ടുപോകാൻ, നീ സത്യവാന്മാരിൽപ്പെട്ടവനാണെങ്കിൽ. അപ്പോൾ മൂസ തന്റെ വടി താഴെയിട്ടു. അപ്പോഴത് അതൊരു പ്രത്യക്ഷമായ സർപ്പമാകുന്നു. അദ്ദേഹം തന്റെ കൈ പുറത്തെടുത്ത് കാണിച്ചു. അപ്പോഴത് നിരീക്ഷിക്കുന്നവർക്കെല്ലാം അത് വെള്ളയായി കാണുന്നു. ഫിറഔന്റെ ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു, ഇവൻ നല്ല വിവരമുള്ള ജാലവിദ്യക്കാരൻ തന്നെ. നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത്? ഫിറഔൻ പറഞ്ഞു, ഇവനും ഇവന്റെ സഹോദരനും താങ്കൾ കുറച്ച് ഇട കൊടുക്കുക. നഗരങ്ങളിൽ ചെന്ന് വിളിച്ചു കൂട്ടാൻ ആളുകളെ അയക്കുകയും ചെയ്യുക. എല്ലാ വിവരമുള്ള ജാലവിദ്യക്കാരെയും അവർ തങ്ങളുടെ അടുക്കൽ കൊണ്ടുവരട്ടെ. ജാലവിദ്യക്കാർ ഫിറഔന്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞു, ഞങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് നല്ല പ്രതിഫലം ഉണ്ടായിരിക്കുമെന്ന് തീർച്ചയാണല്ലോ. ഫിറഔൻ പറഞ്ഞു, അതെ, തീർച്ചയായും
നിങ്ങൾ എന്റെ അടുക്കൽ സാമീപ്യം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും. അവർ പറഞ്ഞു, ഹേ മൂസ, ഒന്നുകിൽ നീ ഇടുക, അല്ലെങ്കിൽ ഞങ്ങളാകാം ഇടുന്നത്. മൂസ പറഞ്ഞു, നിങ്ങൾ ഇട്ടുകൊള്ളുക. അങ്ങനെ അവർ ഇട്ടപ്പോൾ അവർ ആളുകളുടെ കണ്ണു കെട്ടുകയും അവർക്ക് ഭയമുണ്ടാക്കുകയും ചെയ്തു. വമ്പിച്ചൊരു ജാലവിദ്യയാണ് അവർ കൊണ്ടുവന്നത്. മൂസക്ക് നാം ബോധനം നൽകി, നീ നിന്റെ വടി ഇട്ടേക്കുകയെന്ന്. അപ്പോൾ ആ വടിയത് അവർ കൃത്രിമമായി ഉണ്ടാക്കിയതിന് വിഴുങ്ങുന്നു. അങ്ങനെ സത്യം സ്ഥിരപ്പെടുകയും അവർ പ്രവർത്തിച്ചിരുന്നതിനെല്ലാം നിഷ്ഫലമാക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് അവർ പരാജയപ്പെടുകയും അവർ നിസ്സാരന്മാരായി മാറുകയും ചെയ്തു. ആ ജാലവിദ്യക്കാർ സാഷ്ടാംഗം ചെയ്യുന്നവരായി വീഴുകയും ചെയ്തു. അവർ പറഞ്ഞു, ലോകരക്ഷിതാവിൽ ഞങ്ങളിത് വിശ്വസിച്ചിരിക്കുന്നു. മൂസയുടെയും ഹാറൂന്റെയും രക്ഷിതാവിൽ. ഫിർഔൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ നഗരത്തിലുള്ളവരെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാം കൂടി ഇവിടെ വെച്ച് നടത്തിയ ഗൂഢതന്ത്രം തന്നെയാണിത്. അതിനാൽ വഴിയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. നിങ്ങളുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി ഞാൻ മുറിച്ചു കളയുകയും ചെയ്യും. പിന്നെ നിങ്ങളെ മുഴുവൻ ഞാൻ പോഷിക്കുകയും ചെയ്യും. തീർച്ച. അവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവിങ്കിലേക്കാണല്ലോ ഞങ്ങൾ തിരിച്ചെത്തുന്നത്. അങ്ങനെ ഞങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ അത് വിശ്വസിച്ചു എന്നത് മാത്രമാണല്ലോ നീ ഞങ്ങളുടെ മേൽ കുറ്റം ചുമത്തുന്നത്. നിങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങളുടെ മേൽ നീ ക്ഷമ തരികയും ഞങ്ങളെ നീ മുസ്ലിങ്ങളായി കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യണമേ. ربنا اعف علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اعف علينا صبرا وتوفنا مسلمين آمين يا رب العالمين. ഫിറഔന്റെ ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാൻ താങ്കളെയും താങ്കളുടെ ദൈവങ്ങളെയും വിട്ടുകളയുവാനും താങ്കൾ മൂസയെയും അവന്റെ ആൾക്കാരെയും അനുവദിച്ചു വിടുകയാണോ? ഫിറഔൻ പറഞ്ഞു, നാം അവരുടെ ഇസ്രായേലരുടെ ആൺമക്കളെ കൊന്നെടുക്കുകയും അവരുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്യുന്നതാണ്. തീർച്ചയായും നാം അവരുടെ മേൽ സർവാധിപത്യമുള്ളവനായിരിക്കും. മൂസ തന്റെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവോട് സഹായം തേടുകയും ക്ഷമിക്കുകയും ചെയ്യുക. തീർച്ചയായും ഭൂമി അള്ളാഹുന്റേതാകുന്നു. അവന്റെ ദാസന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് അവകാശപ്പെടുത്തി കൊടുക്കുന്നു. പര്യവസാനം ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ അടുത്ത് ദൂതനായി വരുന്നതിന്റെ മുമ്പും താങ്കൾ ഞങ്ങളുടെ അടുത്ത് വന്നതിന് ശേഷം ഞങ്ങൾ മർദ്ദിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം മൂസ പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കുകയും ഭൂമിയിൽ നിങ്ങളെ അവൻ അനന്തരാവകാശികളാക്കുകയും ചെയ്തേക്കാം. എന്നിട്ട് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവൻ നോക്കുന്നതാണ്. ഫിറൗന്റെ ആൾക്കാർ വളർച്ചയുടെ കൊല്ലങ്ങളും വിളകളും കമ്മിയും കൊണ്ട് നാം പിടികൂടുകയുണ്ടായി. അവർ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി. ഫിറൗന്റെ ആൾക്കാരെ വരൾച്ചയുടെ കൊല്ലങ്ങളും വിളകളുടെ കമ്മിയും കൊണ്ട് നാം പിടികൂടുകയുണ്ടായി, അവർ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി. എന്നാൽ അവർക്കൊരു നന്മ വന്നാൽ അവർ പറയുമായിരുന്നു, നമുക്ക് അർഹതയുള്ളത് തന്നെയാണിത്. ഇനി അവർക്ക് വല്ല തിന്മയും ബാധിച്ചുവെങ്കിലോ അത് മൂസയുടെയും കൂടെയുള്ളവരുടെയും ശകുനപ്പിഴയാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അല്ല, അവരുടെ ശകുനപ്പിഴ അള്ളാഹുവിന്റെ പക്കൽ തന്നെയാകുന്നു. പക്ഷെ അവരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങളെ മായാജാലത്തിൽ പെടുത്താൻ വേണ്ടി ഏതൊരു ദൃഷ്ടാന്തവുമായി നീ ഞങ്ങളുടെ അടുത്ത് വന്നാലും ഞങ്ങൾ നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. വെള്ളപ്പൊക്കം, വെട്ടുകിളി, പേൻ, തവളകൾ, രക്തം എന്നിങ്ങനെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവരുടെ നേരെ നാം അയച്ചു. എന്നിട്ടും അവർ അഹങ്കരിക്കുകയും കുറ്റവാളികളായ ജനതയായിരിക്കുകയും ചെയ്തു. ശിക്ഷ അവരുടെ മേൽ വന്നു ഭവിച്ചപ്പോൾ അവർ പറഞ്ഞു, ഹേ മൂസ, നിന്റെ രക്ഷിതാവ് നിന്നോട് ചെയ്തിട്ടുള്ള കരാർ മുൻനിർത്തി ഞങ്ങൾക്ക് വേണ്ടി അവനോട് നീ പ്രാർത്ഥിക്കുക. ഞങ്ങളിൽ നിന്ന് ഈ ശിക്ഷ നീ അകറ്റിത്തരുന്ന പക്ഷം ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയും ഇസ്രായേൽ സന്തതികളെ നിന്റെ കൂടെ ഞങ്ങൾ അയച്ചു തരികയും ചെയ്യുന്നതാണ് തീർച്ച. എന്നാൽ അവർ എത്തേണ്ടതായ ഒരു അവധി വരെ നാം അവരിൽ നിന്ന് ശിക്ഷ അകറ്റി കൊടുത്തപ്പോൾ അവരത് വാക്ക് ലംഘിക്കുന്നു. അപ്പോൾ നാം അവരുടെ കാര്യത്തിൽ ശിക്ഷാ നടപടിയെടുത്തു. അങ്ങനെ അവരെ നാം കടലിൽ മുക്കിക്കളഞ്ഞു. അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളയുകയും അവയെപ്പറ്റി അശ്രദ്ധരായിരിക്കുകയും ചെയ്തതിന്റെ ഫലമത്രേ അത്. അടിച്ചൊതുക്കപ്പെട്ടിരിക്കുന്ന ആ ജനതയ്ക്ക് നാം അനുഗ്രഹിച്ച് കിഴക്കും പടിഞ്ഞാറുമുള്ള ആ ഭൂപ്രദേശങ്ങൾ നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഇസ്രായേൽ സന്തതികളിൽ അവർ ക്ഷമിച്ചതിന്റെ ഫലമായി നിന്റെ രക്ഷിതാവിന്റെ ഉത്തമമായ വചനം നിറവേറ്റുകയും ഫിറഔനും അവന്റെ ജനതയും നിർമ്മിച്ചു കൊണ്ടിരുന്നതും അവർ ഉയർത്തിയിരുന്നതും നാം തകർത്ത് കളയുകയും ചെയ്തു. ഇസ്രായേൽ സന്തതികളെ നാം കടൽ കടത്തി രക്ഷപ്പെടുത്തി. എന്നിട്ട് തങ്ങളുടെ ബിംബങ്ങളുടെ മുമ്പാകെ ഭജനമിരിക്കുന്ന ഒരു ജനതയുടെ അടുത്ത് അവർ ചെന്നെത്തി. അവർ പറഞ്ഞു, ഹേ മൂസ, ഇവർക്ക് ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ നീ ഏർപ്പെടുത്തി തരണം. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ വിവരമില്ലാത്തൊരു ജനവിഭാഗമാകുന്നു. തീർച്ചയായും ഈ കൂട്ടർ എന്തൊന്നിൽ നിലകൊള്ളുന്നുവോ അത് നശിപ്പിക്കപ്പെടുന്നതാണ്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെല്ലാം നിഷ്ഫലമാകുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരെയാണോ ഞാൻ നിങ്ങൾക്ക് ദൈവമായി അന്വേഷിക്കേണ്ടത്? അവനാകട്ടെ നിങ്ങളെ രോഗത്തിൽ വെച്ച് ഉത്കൃഷ്ടരാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കടുത്ത ശിക്ഷ അനുഭവിപ്പിക്കുകയും നിങ്ങളുടെ ആൺമക്കളെ കൊന്നൊടുക്കുകയും നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്തുകൊണ്ടിരുന്ന ഫിറഔന്റെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക.
നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു കടുത്ത പരീക്ഷണമാണ് അതിലുണ്ടായിരുന്നത്. മൂസക്ക് നാം 30 രാത്രി നിശ്ചയിച്ചു കൊടുക്കുകയും 10 കൂടി ചേർത്ത് അത് പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് നിശ്ചയിച്ച ആ 40 രാത്രിയുടെ സമയപരിധി പൂർത്തിയായി. മൂസ തന്റെ സഹോദരനായ ഹാറൂനോട് പറഞ്ഞു, എന്റെ ജനതയുടെ കാര്യത്തിൽ നീ എന്റെ പ്രാതിനിധ്യം വഹിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും കുഴപ്പക്കാരുടെ മാർഗം പിന്തുടരാതിരിക്കുകയും ചെയ്യുക. നമ്മുടെ നിശ്ചിത സമയത്തിന് മൂസ വരികയും അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ മൂസ പറഞ്ഞു, എന്റെ രക്ഷിതാവെ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാൻ നിന്നെ ഒന്ന് നോക്കിക്കാണട്ടെ. അള്ളാഹു പറഞ്ഞു, നീ എന്നെ കാണുകയില്ല തന്നെ, എന്നാൽ നീ ആ മലയിലേക്ക് നോക്കുവോ, അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിന്നാൽ വഴിയെ നിനക്ക് എന്നെ കാണാം. അങ്ങനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് പർവ്വതത്തിന് വെളിപ്പെട്ടപ്പോൾ അതിനെ അവൻ അവൻ പൊടിയാക്കി. മൂസ ബോധരഹിതനായി വീഴുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എത്ര പരിശുദ്ധൻ, ഞാൻ നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു, ഞാൻ വിശ്വാസികളിൽ ഒന്നാമനാകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നൂറ് ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭൂമിക്ക് നിലനിൽപ്പുണ്ടാവില്ല എന്നാണ്. ഭൂമി അതോട് കൂടിയിട്ട് നശിപ്പിക്കപ്പെടും. അതായത് ഭൂമിക്ക് ആ ശക്തി താങ്ങാനുള്ള കഴിവില്ല എന്നാണ്. അതുകൊണ്ടാണ് പർവ്വതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രകാശത്തെ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോഴേക്കും പർവ്വതം തകർന്നടിഞ്ഞത്. അതുകൊണ്ടാണ് ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നേരിട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് സംഭവ്യമല്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നും സംഭവിക്കൂല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കാരണം ഭൂമി അതോട് കൂടിയിട്ട് നശിപ്പിക്കപ്പെടും. കാരണം അള്ളാഹിന്റെ ശക്തി ഭൂമിയിലേക്ക് താങ്ങാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തിരുനോട്ടം മാത്രമേ ഭൂമിയിലേക്കുള്ളൂ. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നൂറ് ഭൂമിയിലേക്ക് ശക്തിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭൂമിക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിലേക്ക് ഇറങ്ങി വരാത്തത്. നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആലയെ കാണാനുള്ള തൗഫീക്ക് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു തആല വെച്ചിട്ടുള്ളൂ എന്നുള്ളതും അത് കാരണം കൊണ്ട് തന്നെയാണ്. അത്രയും ശക്തിയുടെ ആ ഒരു മൂർധന്യാവസ്ഥയാണ് നമ്മളെ കാണേണ്ടത്. കാരണം സൂര്യനെ പോലും ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത് അല്ലെ. സൂര്യനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുപോയപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ എന്ത് സംഭവിക്കും? സൂര്യന് അതോട് കൂടിയിട്ട് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭൂമിയിലെ ഒരു വസ്തുക്കൾക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ശക്തിയിൽപ്പെട്ടതാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെയും അതിന്റെ ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ ശക്തിയെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ മതി. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിലേക്ക് നേരിട്ട് ഇറങ്ങൂല എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കാണാനും, നമുക്ക് സ്വപ്നങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നൂറ് കാണാനും ഒക്കെ തൗഫീഖ് നൽകും അല്ലാഹു സുബ്ഹാനഹു തആല. അത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും നല്ല അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സംഭവിക്കും. പക്ഷെ ഭൂമിയിലേക്ക് നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നൂറ് ഇറങ്ങുക എന്ന് പറയുന്നത്, അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിക്ക് നിലനിൽപ്പുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അവൻ പറഞ്ഞു, ഹേ മൂസ, എന്റെ സന്ദേശങ്ങൾ കൊണ്ടും എന്റെ നേരിട്ടുള്ള സംസാരം കൊണ്ട് തീർച്ചയായും നിന്നെ ജനങ്ങളിൽ ഉത്കൃഷ്ടനായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ ഞാൻ നിനക്ക് നൽകിയത് സ്വീകരിക്കുന്ന നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക. എല്ലാ കാര്യത്തെ പറ്റിയും നാം അദ്ദേഹത്തിന് മൂസക്ക് പലകളിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. അതായത് സതുപദേശവും എല്ലാ കാര്യത്തെ പറ്റിയുള്ള വിശദീകരണവും നാം പറഞ്ഞു. അവയെ മുറുകെ പിടിക്കുകയും അവയിലെ വളരെ നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ നിന്റെ ജനതയോട് കൽപ്പിക്കുകയും ചെയ്യുക. ഇക്കാര്യങ്ങളുടെ പാർപ്പിടം വഴിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ന്യായം കൂടാതെ ഭൂമിയിൽ അഹങ്കാരം നടിച്ചുകൊണ്ടിരിക്കുന്നവരെ എന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ചു കളയുന്നതാണ്. എല്ലാ ദൃഷ്ടാന്തവും കണ്ടാലും അവർ അത് വിശ്വസിക്കുകയില്ല. നേർമാർഗം കണ്ടാൽ അവർ അതിന് മാർഗമായി സ്വീകരിക്കുകയില്ല. ദുർമാർഗം കണ്ടാൽ അവർ അത് മാർഗമായി സ്വീകരിക്കുകയും ചെയ്യും. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ചു കളയുകയും അവയെപ്പറ്റി അവർ അശ്രദ്ധരായിരിക്കുകയും ചെയ്തതിന്റെ ഫലമാണിത്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്തെ കണ്ടുമുട്ടുന്നതിനും നിഷേധിച്ചു കളഞ്ഞവരാരോ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായിരിക്കുന്നു. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമല്ലാതെ അവർക്ക് നൽകപ്പെടുമെന്നു. മൂസയുടെ ജനത അദ്ദേഹം പോയതിനു ശേഷം അവരുടെ ആഭരണങ്ങൾ കൊണ്ടുണ്ടാക്കിയ മുക്രയിടുന്ന ഒരു കാളക്കുട്ടിയുടെ സ്വരൂപത്തെ ദൈവമായി സ്വീകരിച്ചു. അത് അവരോട് സംസാരിക്കുകയില്ലെന്നും അവർക്ക് വഴി കാണിക്കുകയില്ലെന്നും അവർ കണ്ടില്ലേ. അതിനെ അവർ ദൈവമായി സ്വീകരിക്കും. അതോടെ അവർ അക്രമികളാകുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ജനത മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ട് മുനാജാത്തിന് വേണ്ടിയിട്ട് പോയ സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. ആ സന്ദർഭത്തില് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിരുന്നു എന്നാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് പോകുന്ന പോക്കില് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ പോയ ആ സ്ഥലം അത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഫറിലായ ഒരാള്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് സ്വർണം കുറേ ഫിറഔന്റെ അടുത്ത് നിന്ന് വരുമ്പം
അവര് അവിടുന്ന് സ്വർണവുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറെ സ്വർണം അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടി കൂട്ടിയിട്ട് അവരെന്ത് ചെയ്തു, അവര് തീയിലെറിഞ്ഞിട്ട് അതിനൊരു ഒരു കാളക്കുട്ടിയുടെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചു എന്നാണ്. എന്നിട്ട് അപ്പം സ്വർണത്തിന്റെ ഒക്കെ നിറമാണല്ലോ കാളക്കുട്ടിക്ക്. അപ്പൊ അതിന് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഈ ജിബ്രീൽ അലൈഹിസ്സലാം പോയ സ്ഥലത്തുണ്ടായിരുന്ന മണ്ണിനെടുത്തിട്ട് കാളക്കുട്ടിയുടെ വായിൽ തിരികെ കൊടുത്തു എന്നാണ്. അപ്പൊ അതോടുകൂടി അതിന് ഒരു മുക്രയിടുന്ന മാതിരി അതിൽ നിന്ന് ശബ്ദം പുറത്തു വന്നു എന്നാണ്. അപ്പം അത്രയും ശക്തി മലക്കുകൾ വന്നു പോയ സ്ഥലത്തിന് വരെ ഉണ്ട് എന്നാണ്. അതിന്റെ ആ ശക്തി കൊണ്ടാണ് ആ കാളക്കുട്ടിക്ക് എന്ത് ശബ്ദം വന്നത് എന്നാണ്. അതോട് കൂടിയിട്ട് ആ കാളക്കുട്ടിക്ക് ശബ്ദം വന്നതോട് കൂടിയിട്ട് അവര് പറഞ്ഞു, മൂസ പോയില്ലേ, അപ്പം നമുക്ക് മൂസ പോയ ആ ഒരു അഭാവത്തില് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് ഇത് മതി, ഇതിലൂടെ നമുക്ക് ദൈവത്തിനെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിപ്പിക്കുകയും ആ ആത്മീയത നിറഞ്ഞ ജനത അവിടെ വെച്ചിട്ട് ആ കാളക്കുട്ടിയെ ആരാധിക്കുകയാണ് ചെയ്തത്. മനുഷ്യന്റെ സ്ഥിതിയാണ് ഈ പറയുന്നത്. കാരണം മനുഷ്യൻ ഒരു നേരം നമ്മളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു നൂറിന്റെ ഒരു അംശം നമ്മളിൽ നിന്ന് മാറിക്കഴിഞ്ഞാല് മനുഷ്യൻ എന്താവും, വഴിപഴച്ചു പോകും എന്നുള്ളതാണ്. മനുഷ്യന് അപ്പോഴേക്കും അവന് പല വഴികളിലേക്കും അവന്റെ ശ്രദ്ധ തിരിഞ്ഞു പോകും. അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് അവന്റെ ശ്രദ്ധ തിരിയും എന്നുള്ളത് ഇവിടെ കാണിച്ചു തരികയാണ്. കാരണം അവര് നേരിട്ട് കണ്ടതാണ് ഫിർഔന് മുക്കി നശിപ്പിക്കപ്പെടുന്നത് അല്ലെ, കടലിൽ പിളരുന്നത് അവർ നേരിട്ട് കണ്ടവരാണ്. അത്രയും കണ്ടിട്ട് പോലും അതിന്റെ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അത് കഴിഞ്ഞ് അവര് അവിടെ നിന്ന് കടന്നു വന്ന് ഒരു സ്ഥലത്ത് തമ്പടിച്ച് നിൽക്കുകയാണ്. അവിടെ നിന്നാണ് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കയറി പോകുന്നത് 40 ദിവസത്തേക്ക് വേണ്ടിയിട്ട്. ആ സമയമായപ്പോഴേക്കും അവർ കഴിഞ്ഞത് പഴയത് മുഴുവൻ മറന്നു കളഞ്ഞു. അത്രയും പ്രയാസവും അത്രയും ദുൽമും ചെയ്ത ഒരു സമൂഹമായിരുന്നു. സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോന്നിട്ടും അവർക്ക് പെട്ടെന്ന് തന്നെ അവരെന്തായി, അവര് അള്ളാഹുവിൽ നിന്ന് മാറിക്കളഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് മാറിക്കളഞ്ഞു. അതുകൊണ്ടാണ് ഈ സമൂഹത്തെ, ഇസ്രായേൽ സമൂഹത്തെ അവരെ നന്ദിയില്ലാത്ത സമൂഹമാണെന്ന് പറയുന്നത്. എത്ര അവർക്ക് കൊടുത്താലും അവര് പെട്ടെന്ന് തന്നെ അവർ നന്ദികേട് കാണിക്കും. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ സാമൂഹികമായിട്ട് ഇസ്രായേലി സമൂഹമായിട്ട് നമ്മൾ കണക്കാക്കുന്ന സമൂഹം അവരെന്തുകൊണ്ടാണ് ഈ ഒരു കുഫറിലായതും അവരെന്തുകൊണ്ടാണ് നന്ദികേട് കാണിച്ചതും, ഒരു സമൂഹത്തിൽ ജനത അവർക്ക് അഭയം കൊടുത്തിട്ടും അവരോട് നന്ദികേട് കാണിച്ചത്, അതിലും വലിയ നന്ദികേട് അവര് അള്ളാഹു സുബ്ഹാനഹു തആലയോട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒന്നും ഒരു ഭാഗം പോലും അല്ല ഇന്ന് അവർ മനുഷ്യരോട് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് എന്താണോ അവിടെ ആ ബൗണ്ടറിയിൽ നിൽക്കുകയും അതിലപ്പുറത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രയാസത്തിലാകും എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതാണ് അവരെ വിശ്വസിക്കരുത് എന്നുള്ളത്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ ജീവിത വ്യവസ്ഥിതി, നമുക്കുള്ള സ്ഥലങ്ങള്, വീടുകൾ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ മനുഷ്യനും അവനക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചു കൊടുത്തതാണ്. അതിന്റെ ബൗണ്ടറി കടന്ന് ആര് കടന്നു വന്നാലും അവരെ തടയണം എന്നുള്ളത് നമ്മളോട് നിശ്ചയിക്കപ്പെട്ടതാണ്. കാരണം നമുക്ക് ഏൽപ്പിച്ചു തന്ന ഖലീഫ സ്ഥാനം നമ്മൾ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് പൂർത്തിയാക്കണം. അതിൽ ആര് കടന്നു വന്നാലും അവരെ തടയാനുള്ള അവകാശം നമുക്കുണ്ട്. അതില് നമ്മൾ കൊല്ലപ്പെട്ടാൽ പോലും അതെന്താണ്, അത് ജിഹാദിൽ പെട്ടതാണെന്നാണ്. ജിഹാദിന്റെ ഇതാണത്. നമ്മുടെ നമ്മൾക്ക് നൽകിയ അനുഗ്രഹത്തില് ആര് കൈകടത്തിയാലും നമ്മള് തിരിച്ചു മറുപടി പറയുന്നത്, അല്ലെങ്കിൽ അത് ജിഹാദിൽ പെട്ടതാണ്. അതിനെ സംരക്ഷിച്ചു നിർത്തുന്ന ജിഹാദിൽ പെട്ടതാണ്. പക്ഷെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാല് ഇവരുടെ സ്ഥലങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുന്നറിയിപ്പ് ഉണ്ടായിട്ട് പോലും അവര് മറ്റൊരാൾക്ക് അഭയം കൊടുക്കുകയാണ് ചെയ്തത്. അതോട് കൂടിയിട്ട് അതും അഭയം കൊടുത്തത് ആർക്കാണ്, മുൻകടന്ന സമൂഹങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല മുന്നറിയിപ്പ് നൽകിയ ഒരു ജനതയെ കുറിച്ചാണ്. ആ ജനതയിലെ ആളുകളെയാണെന്ന് പറയുന്നപ്പെട്ട അവരുടെ പിൻഗാമികളെയാണ് അതിലേക്ക് വരുത്തിച്ചത്. അതോട് കൂടിയിട്ട് അവരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സംരക്ഷണത്തിന്റെ ആ ഒരു കൈ അവിടെ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളും ഇത് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച ഈ ഒരു പരീക്ഷണം എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നേർക്ക് നേരെ നമുക്ക് കാണിച്ചു തന്നു ഇന്നത്തെ സമൂഹത്തിന്. സുബ്ഹാനല്ലാഹ്, നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം അതിലുണ്ട്. എപ്പോഴും നമുക്ക് നൽകിയ ബൗണ്ടറി നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുക. അതിലൊരു ഒഴിവുകഴിവ് പറയുകയോ ഒരു കഴിവ് കാണിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൂടി ഇവിടെ പഠിപ്പിക്കപ്പെടുകയാണ്. അതിനുശേഷം
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവർക്ക് ഖേദം തോന്നുകയും തങ്ങൾ പിഴച്ചു പോയിരിക്കുന്നു എന്ന് അവർ കാണുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടവരായിത്തീരും. കുപിതനും ദുഃഖിതനുമായിക്കൊണ്ട് തന്റെ ജനതയിലേക്ക് വന്ന മൂസ പറഞ്ഞു, ഞാൻ പോയ ശേഷം എന്റെ പിന്നിൽ നിങ്ങൾ പ്രവർത്തിച്ച കാര്യം വളരെ ചീത്ത തന്നെ. നിങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പന കാത്തിരിക്കാതെ നിങ്ങൾ ധൃതി കൂട്ടിയോ? അദ്ദേഹം പലകകൾ താഴെയിടുകയും തന്റെ സഹോദരന്റെ തല പിടിച്ച് തന്റെ അടുത്തേക്ക് വലിക്കുകയും ചെയ്തു. എന്നിട്ട് സഹോദരൻ പറഞ്ഞു, എന്റെ ഉമ്മയുടെ മകനെ, ജനങ്ങൾ എന്നെ ദുർബലനായി ഗണിച്ചു. അവരെന്നെ കൊന്നേക്കുമായിരുന്നു. അതിനാൽ എന്നോട് കയർത്തുകൊണ്ട് നീ ശത്രുക്കളുടെ സന്തോഷത്തിന് ഇടവരുത്തരുത്. അക്രമികളായ ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കണക്കാക്കുകയും ചെയ്യരുത്. അദ്ദേഹം മൂസ പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എനിക്കും എന്റെ സഹോദരനും നീ പുറത്തു തരികയും ഞങ്ങളെ നീ നിന്റെ കാരുണ്യത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. നീ പരമകാരുണികനാകണമല്ലോ. ഇവിടെ വേറൊരു സ്വഭാവം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ശത്രുക്കളെന്ന് നമ്മൾ അറിയുന്ന ആളുകളുടെ മുന്നിലേക്ക് നമ്മളെ തന്നെയുള്ള സമൂഹത്തിലെ നമ്മളിൽ നിന്ന് ചിലപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് അവർ വിടുതൽ നേടുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുമായിട്ട് എന്തെങ്കിലും പിണക്കങ്ങളോ, അല്ലെങ്കിൽ നമ്മളെ ദീനുമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ദീനുമായിട്ട് അവർ ചേരാതെ വരികയൊക്കെ ചെയ്തത് കൊണ്ട് ഒരുപാട് നമുക്കിടയിൽ തന്നെ സംഘങ്ങളായിട്ട് വേറെ പല പല സംഘങ്ങളായിട്ട് മാറിയിട്ടുണ്ടാകും. പക്ഷെ എന്നാൽ പോലും പുറത്തു നിന്ന് ഒരാൾക്ക് നോക്കിക്കാണുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ സമൂഹത്തിനെ അപമാനിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കാൻ പാടില്ല. അത് ആര് തന്നെയാണെങ്കിലും നമ്മുടെ സമൂഹത്തിലെ പല പല വഴികളിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ഒരു മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. അവര് ഒരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ അപമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ്. ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരനാണ് പിന്നെ ഹാറൂൺ അലൈഹി ഇസ്ലാം. അപ്പൊ ഹാറൂൺ അലൈഹി ഇസ്ലാം ശരിക്കും അവരെ തടയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഏൽപ്പിച്ചു കൊടുത്തത് മൂസ അലൈഹി ഇസ്ലാം ഹാറൂൺ അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോയതാണ്. അപ്പൊ ഹാറൂൺ അലൈഹി ഇസ്ലാം തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവര് സംഘബലം കൊണ്ടും പിന്നെ ഹാറൂൺ അലൈഹി ഇസ്ലാമിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂസ അലൈഹി ഇസ്ലാം കടന്നു വന്നപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിന് ഭയങ്കര വിഷമായി. കാരണം എന്താ വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആലയോട് നേരിട്ട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അത്രയും ഈമാനിന്റെ പവറിലായിരിക്കും മൂസ അലൈഹി ഇസ്ലാം കയറി വരുന്നത്. അപ്പോഴാണ് ഈ കാളക്കുട്ടിയെ ആളുകള് ആരാധിക്കുന്നത് കാണുന്നത്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കോപം വരൂലേ. നമ്മൾ അത്രയും അള്ളാഹു സുബ്ഹാനഹു തആലയെ അറിഞ്ഞു കഴിഞ്ഞ ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയെ ധിക്കരിക്കുന്നത് കാണുമ്പം നമുക്ക് കോപം വരും. അപ്പൊ അങ്ങനെ കോപം വന്ന് അദ്ദേഹത്തിന്റെ കുടുമ പിടിച്ചു വെപ്പം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇത്. എന്നെ നീ വിശ്വസിക്കുക. എന്താണ്, ജനങ്ങൾ എന്നെ ദുർബലനായി കാണുകയാണ് ചെയ്തത്. ഞാൻ അവരെ തടയാൻ ശ്രമിച്ചപ്പോ എന്നെ എന്നെ ഒരു 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 ചെറുതാക്കി കണ്ടിട്ട് അവരെന്നെ ഒഴിവാക്കി കളഞ്ഞു. എന്നിട്ട് എന്നെ അവരെ കൊല്ലുമായിരുന്നു. ഞാൻ അവരെ വീണ്ടും തടയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അത്രയും വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് ഞാൻ അതിനു വേണ്ടി നിന്നിരുന്നെങ്കിൽ അവരെന്നെ കൊന്നുകളയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നീ ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ എന്നെ വിട്ടുകൊടുക്കരുത് എന്ന്. അതായത് എന്നെ നീ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ അവരെന്താക്കും, അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരിക്കലും ശത്രുക്കൾക്ക് മുമ്പിൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അക്രമികളായ ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കണക്കാക്കുകയും ചെയ്യരുത് എന്നുള്ളതും പറയുകയാണ്. അദ്ദേഹം മൂസ പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എനിക്കും എന്റെ സഹോദരനും നീ പുറത്തു തരികയും ഞങ്ങളെ നീ നിന്റെ കാരുണ്യത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. നീ പരമകാരുണികനാണല്ലോ. കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചവരാരോ അവർക്ക് തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള കോപവും ഐഹിക ജീവിതത്തിൽ നിന്ദ്യതയും അനുഭവിക്കുന്നതാണ്. കള്ളം കെട്ടിച്ചമക്കുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നത് അപ്രകാരമത്രേ. എന്നാൽ തിന്മകൾ പ്രവർത്തിക്കുകയും എന്നിട്ട് അതിനുശേഷം പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർക്ക് തീർച്ചയായും നിന്റെ രക്ഷിതാവ് അതിനുശേഷം ഏറെ പുറത്തു കൊടുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നവനാകും. മൂസയുടെ കോപം അടങ്ങിയപ്പോൾ അദ്ദേഹം ദിവസന്ദേശം എഴുതിയ പലകകൾ എടുത്തു. അവയിൽ രേഖപ്പെടുത്തിയതിൽ തങ്ങളുടെ രക്ഷിതാവിനെ ഭയക്കുന്ന ആളുകൾക്ക് മാർഗദർശനവും കാരുണ്യവുമാണ് ഉണ്ടായത്. നമ്മുടെ നിശ്ചിത സമയത്തേക്ക് മൂസ തന്റെ ജനങ്ങളിൽ നിന്ന് 70 പുരുഷന്മാരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഉഗ്രമായ കുലുക്കം അവർ പിടിപെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവ് നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മുമ്പ് തന്നെ അവരെയും എന്നെയും നിനക്ക് നശിപ്പിക്കാമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ മൂഢന്മാർ പ്രവർത്തിച്ചതിന്റെ പേരിൽ നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? അത് നിന്റെ പരീക്ഷണമല്ലാതെ മറ്റൊന്നുമില്ല. അതുമൂലം നീ ഉദ്ദേശിക്കുന്നവരെ നീ പിഴവിലാക്കുകയും നീ ഉദ്ദേശിക്കുന്നവരെ നീ നേർവലാക്കുകയും ചെയ്യുന്നു. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീയാണ് പൊറുക്കുന്നവരിൽ ഉത്തമൻ.
ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ നീ എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവ്വവസ്തുക്കളെ ഉൾക്കൊള്ളുന്നതുമാകുന്നു. അതിനാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് നൽകുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരുമായ ആളുകൾക്ക് പ്രത്യേകമായി ഞാൻ അത് രേഖപ്പെടുത്തുന്നതാണ്. ഇവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തും അതുപോലെ തന്നെ റഹ്മാനും റഹീമുമാണെന്ന് ഇവിടെയാണ് പഠിപ്പിക്കുന്നത്. റഹ്മത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സകല വസ്തുക്കളെയും അത് ചൂഴ്ന്നു നിൽക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ സൃഷ്ടിപ്പിനും എന്തുണ്ട്? റഹ്മത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാല് റഹീമാക്കിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശ്വസിക്കുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുന്ന പ്രത്യേകക്കാരായ ആളുകൾക്ക് മാത്രമായിട്ടുള്ളതാണ് റഹീമായ സ്ഥാനം. അത് നാളെ പരലോകത്ത് വെച്ച് സ്വർഗത്തിലേക്ക് അടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാവുന്ന ആളുകൾക്കുള്ള ഏറ്റവും മനോഹരമായ സ്ഥാനമാണ് റഹീമായ സ്ഥാനം. അപ്പൊ റഹ്മാനും റഹീമും എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അതായത് തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചിയിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത ആ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ ദൈവദൂതനെ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവർക്ക് ആ കാരുണ്യം രേഖപ്പെടുത്തുന്നതാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കുന്നവർക്കാണ് റഹീം എന്ന സ്ഥാനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കാണ് സംരക്ഷണം നൽകുന്നത്. അവരോട് അദ്ദേഹം സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്നും അവർ വിലക്കുകയും ചെയ്യുന്നു. നല്ല വസ്തുക്കൾ അവർക്ക് അദ്ദേഹം അനുവദനീയമാക്കുകയും ചീത്ത വസ്തുക്കൾ അവരുടെ മേൽ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അവരുടെ ഭാരങ്ങളും അവരുടെ മേലുണ്ടായിരുന്ന വിലക്കുകളും അദ്ദേഹം ഇറക്കി വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും സഹായിക്കുകയും അദ്ദേഹത്തോടൊപ്പം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്തവരാരോ അവർ തന്നെയാണ് വിജയികൾ. പറയുക, മനുഷ്യരെ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാം ഉള്ള അല്ലാഹുവിന്റെ ദൂതനാകുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ഏതൊരുവിനാണോ അവനല്ലാതെ ഒരു ദൈവവുമില്ല. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ അല്ലാഹുവിനും അവന്റെ ദൂതനും വിശ്വസിക്കുവിൻ. അതെ, അല്ലാഹുവിനും അവന്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകൻ അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റിയും നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാം. മൂസയുടെ ജനതയിൽ തന്നെ അസത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം ചെയ്യുകയും അതനുസരിച്ച് തന്നെ നീതി പാലിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. അവരെ നാം 12 ഗോത്രങ്ങളായി അഥവാ സമൂഹങ്ങളായി പിരിച്ചു. മൂസയോട് അദ്ദേഹത്തിന്റെ ജനത കൂടിനീർ ആവശ്യപ്പെട്ട സമയത്ത് നിന്റെ വടി കൊണ്ട് ആ പാറമേൽ അടിക്കൂ എന്ന് അദ്ദേഹത്തിന് നാം ബോധനം നൽകി. അപ്പോൾ അതിൽ നിന്ന് 12 നീർച്ചാലുകൾ കുത്തിയൊഴുകി ഓരോ വിഭാഗക്കാരും തങ്ങൾക്ക് കുടിക്കുവാനുള്ള സ്ഥലം മനസ്സിലാക്കി. നാം അവർക്ക് മേഘത്തണൽ നൽകുകയും മഞ്ഞയും കാടപക്ഷികളും നാം അവർക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ട വസ്തുക്കളിൽ നിന്നുകൊള്ളുക എന്ന് നാം നിർദ്ദേശിക്കുകയും ചെയ്തു. അവരുടെ ധിക്കാരങ്ങൾ നിമിത്തം നമുക്ക് അവർ ഒരു ദ്രോഹം വരുത്തിയിട്ടില്ല. എന്നാൽ അവർ ദ്രോഹം വരുത്തി വെച്ചിരിക്കുന്നത് അവർക്ക് തന്നെയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന് കൊടുത്ത ഈ മന്നയും സൽക്കയും, മന്ന എന്ന് പറയുന്നത് നമ്മള് ഈ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഫജ്റിന്റെ സമയത്ത് ഈ തണുപ്പ് സമയമാകുമ്പം ഈ നിലത്തുള്ള ചെറിയ ചെറിയ പിന്നെ ചെറിയ ചെറിയ ചെടികളില് ഒരു വെള്ളത്തിന്റെ ഒരു അംശം ഇങ്ങനെ ഒരു മഞ്ഞുതുള്ളി പോലെ വന്ന് നിൽക്കുന്നു. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മളൊക്കെ അതെടുത്ത് കഴിച്ചിട്ടുണ്ടാവും അല്ലെ. അത് ഒരു വെള്ളത്തുള്ളിയാണത്. വെള്ളത്തിന്റെ ഒരു നല്ല തണുപ്പുള്ള ഒരു വെള്ളത്തുള്ളിയാണ്. അതുപോലെ ആയിരുന്നു എന്ത് മന്ന എന്ന് പറയുന്ന സാധനം. അതായത് അത് ഭൂമിയിലേക്ക് ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട് ഇറങ്ങിയതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് അങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത്. അതുപോലെ തന്നെ കാടപക്ഷി ഇറക്കിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാടപക്ഷികൾ നമ്മുടെ തലക്ക് മുകളിൽ ഇങ്ങനെ വന്നിട്ട് വട്ടമിട്ട് പറക്കും എന്നാണ്. എന്നിട്ട് അതിനെടുക്കുക, അവർക്ക് അതിനെ വേവിച്ച് കഴിക്കുക. അങ്ങനെയായിരുന്നു അതിനെ വിധാനിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ ഒരു ദിവസത്തേക്ക് മാത്രമേ അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റൂ. പിറ്റേ ദിവസത്തേക്ക് അത് വെച്ച് കഴിഞ്ഞാൽ അത് കേടുവന്നു പോകും. പിറ്റേ ദിവസം അതേപോലെ ഇറങ്ങുമായിരുന്നു. എല്ലാ ദിവസവും ഭക്ഷണം അവർക്ക് ഇറങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. അതുമാണ് മന്നയും സൽവയും എന്ന് പറയുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമായിരുന്നത്. ഒരു ദിവസം പോലും അത് പിറ്റേ ദിവസത്തേക്ക് വെക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ആ ഭക്ഷണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ചു കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടും എന്ത് ചെയ്തു അവർക്ക് തന്നെ ദ്രോഹം ചെയ്തു. വീണ്ടും വീണ്ടും അവര് തിന്മയിലേക്ക് പോയി എന്ന്. അതുപോലെ തന്നെ മൂസ അലൈഹി സ്വലാമിന്റെ ജനതയ്ക്ക് 12 വെള്ളത്തിന്റെ കൊടുത്തു എന്ന് പറയുന്നത് ഇസ്രായേൽ സന്തതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മക്കളായിരുന്നു എന്നാണ്. ആ 12 മക്കളുടെ സമൂഹമാണ് 12 ഗോത്രങ്ങളായിട്ട് മാറിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂസ അലൈഹി ഇസ്ലാം കാലഘട്ടമായപ്പോൾ അവരൊരു ഗോത്രത്തിന്റെ രീതിയിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. മക്കളിൽ നിന്ന് മാറിയിട്ട് അവര് ഓരോരോ മക്കളും ഓരോരോ സമൂഹങ്ങളായി മാറി ഇസ്രായേലികൾ. എന്നിട്ട്
ഗോത്രങ്ങളായിട്ട് മാറും. അപ്പൊ മൂസാ അലൈഹി ഇസ്ലാമിന് കാലഘട്ടം എത്തിയപ്പോൾ അവർ ഗോത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേറെ വേറെ തന്നെ വെള്ളം കുടിക്കാനുള്ള സ്ഥലം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുക്കുക. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ ഈ രാജ്യത്ത് താമസിക്കുകയും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്ത് നിൽക്കുകയും ചെയ്തുകൊള്ളുക. നിങ്ങൾ പാപമോചനത്തിൽ പ്രാർത്ഥിക്കുകയും തലകുനിച്ചുകൊണ്ട് പട്ടണവാതിൽ കടക്കുകയും ചെയ്യുക. എങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് നാം പുറത്തു തരുന്നതാണ്. സൽക്കർമ്മകാരികൾക്ക് വഴിയെ നാം കൂടുതൽ കൊടുക്കുന്നതുമാണ് എന്ന് അവരോട് പറയപ്പെട്ട സന്ദർഭവും ഓർക്കുക. അപ്പോൾ അവരിലുള്ള അക്രമികൾ അവരോട് നിർദ്ദേശിക്കപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാക്ക് മാറ്റി പറയുകയാണ് ചെയ്തത്. അവർ അക്രമം ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഫലമായി നാം അവരുടെ മേൽ ആകാശത്ത് നിന്ന് ഒരു ശിക്ഷ അയച്ചു. കടൽ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ പട്ടണത്തെ പറ്റി നീ അവരോട് ചോദിച്ചു നോക്കൂ. അതായത് ശബ്ബത്ത് ദിവസം ശനിയാഴ്ച ആചരിക്കുന്ന എല്ലാവർ അതിക്രമം കാണിച്ചിരുന്ന സന്ദർഭത്തെ പറ്റി. അവരുടെ ശബ്ബത്ത് ദിനത്തിൽ അവർക്ക് ആവശ്യമായ മത്സ്യങ്ങൾ വെള്ളത്തിന് മീതെ കാണിച്ചുകൊണ്ട് അവരുടെ അടുത്ത് വരികയും അവർക്ക് ശബ്ബത്ത് ആചരിക്കാനില്ലാത്ത ദിവസത്തിൽ അവരുടെ അടുത്ത് അവ വരാതിരിക്കുകയും ചെയ്തിരുന്ന സന്ദർഭം. അവർ ധിക്കരിച്ചതിന്റെ ഫലമായി അപ്രകാരം നാം അവരെ പരീക്ഷിക്കുകയും അള്ളാഹു നശിപ്പിക്കുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാൻ പോകുന്ന ഒരു ജനവിഭാഗത്തിൽ നിങ്ങൾ മാം സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് മാം. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കട്ടാവുന്നു. ശരിയായോ? അതുമല്ല വോളിയം തീരെ കുറവാണ്. ഉള്ളിലാ കിടക്കുന്നത്, ഫുള്ളായിട്ട് കിടക്കുന്നുണ്ട്. അള്ളാഹു നശിപ്പിക്കുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാൻ പോകുന്ന ഒരു ജനവിഭാഗത്തെ നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത് എന്ന് അവരിൽപ്പെട്ട ഒരു സമൂഹം പറഞ്ഞ സന്ദർഭവും ശ്രദ്ധിക്കുക. അവർ മറുപടി പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ ഞങ്ങൾ അപരാധത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണിത്. ഒരു വേള അവർ സൂക്ഷ്മത പാലിച്ചെന്നും വരുമല്ലോ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിന് കൊടുത്ത ഒരു പരീക്ഷണത്തിനെ കുറിച്ചിട്ടാണ്. ശനിയാഴ്ച ദിവസം അവർക്ക് അവരുടെ മുന്നിലേക്ക് അവര് മുക്കുവന്മാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ആ സമയത്ത് അവര് ഒഴിഞ്ഞിരിക്കുന്നതിന്റെ സമയമായപ്പം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായിട്ട് എന്ത് ചെയ്തു, കടലിൽ നിന്ന് മുഴുവൻ മത്സ്യങ്ങളും കടൽ തീരത്ത് വന്നിട്ട് അവര് ഇങ്ങനെ തുള്ളിച്ചാടാൻ തുടങ്ങി. അപ്പം ഇവർക്ക് അതിനെ പിടിക്കണം, കാരണം മുക്കുവന്മാരാണല്ലോ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ഇബാദത്തിൽ ഏർപ്പെടാനാണ് അന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാല് അവരെ ബണ്ട് കെട്ടിയിട്ട് മത്സ്യങ്ങൾ അവരെ പിടിച്ചു വെച്ചു എന്നാണ്. അതായത് അപ്പൊ മത്സ്യങ്ങൾ ആ ബണ്ടിലേക്ക് വന്ന് വീഴും. ആ സമയത്ത് പിന്നീട് ഇവര് ശനിയാഴ്ച കഴിഞ്ഞതിന് ശേഷം ആ ബണ്ട് പൊട്ടിച്ചിട്ട് ആ മത്സ്യങ്ങളെ പിടിച്ചെടുക്കും. അപ്പം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്, ശനിയാഴ്ച നിങ്ങൾക്ക് മറ്റൊന്നിലേക്ക് മുഴുകാൻ പാടില്ല. അപ്പൊ അതിന് അവര് ചെയ്ത ഒരു വിദ്യയായിരുന്നു അത്, അവർക്ക് ആ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെ ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ അവര് കുരങ്ങുകളായിട്ട് നിന്ദിക്കപ്പെട്ട് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്കുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. കാരണം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം, അല്ലെ? വെള്ളിയാഴ്ച ജുമുഅന്റെ നേരം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച സമയമാണ്. പക്ഷെ നമ്മളിൽ എത്ര ആളുകളെ ആ ജുമുഅന്റെ നേരത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് അള്ളാഹുവിനെ ഇബാദത്തിലാക്കിക്കൊണ്ട് മുഴുകാറുണ്ട്? നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തെ പരിപൂർണമായി നശിപ്പിക്കൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ സമൂഹം ഒരിക്കലും പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടൂല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വാക്കാണത്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന് ശിക്ഷ ഒന്നിച്ചിറങ്ങൂല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പേരില് നമ്മള് ശിക്ഷിക്കപ്പെടാത്തവരാണെന്ന് പറയാൻ പാടില്ല. കാരണം നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചോദ്യം ചെയ്യും എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ട ഒരു കാര്യം. അള്ളാഹു നശിപ്പിക്കുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാൻ പോകുന്ന ഒരു ജനവിഭാഗത്തെ നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നതെന്ന് അവരിൽപ്പെട്ട ഒരു സമൂഹം പറഞ്ഞ സന്ദർഭം. അതായത് ഈ ശബ്ബത്ത് നാളില് അവരില് ഒരു കൂട്ടര് പരിപൂർണമായിട്ട് അതിനെ തടഞ്ഞു. ആ തടഞ്ഞവര് വേറൊരു കൂട്ടര് അത് സാരില്ല, അത് അവരെന്തോ ചെയ്യട്ടെ, ഞങ്ങൾ ഇബാദത്തിലായിക്കൊണ്ട് മുഴുകുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ മാറി നിന്നു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചപ്പം തെറ്റ് ചെയ്തവരെയും ശിക്ഷിച്ചു. അതിനെ തടയാതെ പോയ ഇബാദത്ത് ചെയ്തു, പക്ഷെ അവര് മറ്റുള്ളവരുടെ തിന്മയെ തടയാതെ പോയത് കൊണ്ട് അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചു എന്നാണ്. എന്നാൽ തടഞ്ഞ ആളുകളെ മാത്രമേ, കുറച്ച് ആളുകളെ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് വിട്ടുമാറ്റിയുള്ളൂ എന്നുള്ളതാണ് അവിടെ പഠിക്കേണ്ടത്. അപ്പൊ അത് നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഒരു ഉപദേശമാണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് ആളുകളെ ഉപദേശിക്കുന്നുണ്ടോ, നമുക്ക് ആളുകൾക്ക് അവർക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കി കാണുന്നുണ്ട് എന്നുള്ളതും ഇവിടെ പഠിക്കണം.
അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ മറുപടി പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് ഞങ്ങൾ അപരാധത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇതൊരുവരെ അവർ സൂക്ഷ്മത പാലിച്ചെന്നും വരുമല്ലോ. എന്നാൽ അവരെ ഓർമ്മപ്പെടുത്തിയിരുന്നത് അവർ മറന്നു കളഞ്ഞപ്പോൾ ദുഷ്വൃത്തിയിൽ നിന്ന് വിലക്കിയിരുന്നവരെ നാം രക്ഷപ്പെടുത്തുകയും അക്രമികളായ ആളുകളെ അവർ ധിക്കാരം കാണിച്ചതിന്റെ ഫലമായി നാം കഠിനമായ ശിക്ഷ മുഖേന പിടികൂടുകയും ചെയ്തു. അങ്ങനെ അവരോട് വിലക്കപ്പെട്ടതിന്റെ കാര്യങ്ങളിലെല്ലാം അവർ ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ നാം അവരോട് പറഞ്ഞു, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങുകളായി മാറുക. അവരുടെ ഇസ്രായേലിന്റെ മേൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെയും അവരുടെ ഹീനമായ ശിക്ഷ ഏൽപ്പിച്ചുകൊണ്ടിരുന്നവരെ നിന്റെ രക്ഷിതാവ് നിയോഗിക്കുക തന്നെ ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ച സന്ദർഭം ഓർക്കുക. തീർച്ചയായും നിന്റെ രക്ഷിതാവ് അതിവേഗം ശിക്ഷ നടപ്പാക്കുന്നവനാകുന്നു. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. ഭൂമിയിൽ അവരെ നാം പല സമൂഹങ്ങളായി പിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ സദ്വൃത്തരുണ്ട്, അതിന് താഴെയുള്ളവരും അവരിലുണ്ട്. അവർ മടങ്ങേണ്ടതിനായി നാം അവർ നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും പരീക്ഷിക്കുകയുണ്ടായി. അനന്തരം അവർക്ക് ശേഷം അവരുടെ പിൻഗാമികളായി ഒരു തലമുറ രംഗത്ത് വന്നു. അവർ വേദത്തിന്റെ അനന്തരാവകാശമെടുത്തു. ഈ നിസാരമായ ലോകത്തിലെ വിഭവങ്ങളാണ് അവർ കൈപ്പറ്റുന്നത്. ഞങ്ങൾക്ക് അതൊക്കെ പുറത്തു കിട്ടുന്നതാണ് എന്ന് അവർ പറയുകയും ചെയ്തു. അത്തരത്തിലുള്ള മറ്റൊരു വിഭാഗം അവർക്ക് വന്നു കിട്ടുകയാണെങ്കിലും അവരത് സ്വീകരിച്ചേക്കും. അള്ളാഹുവെ പറ്റി സത്യമല്ലാതെ ഒന്നും അവർ പറയില്ലെന്ന് വേദഗ്രന്ഥത്തിലൂടെ അവരോട് ഉറപ്പു മേടിക്കുകയും അതിലൂടെ അവർ വായിച്ചു പഠിക്കുകയും ചെയ്തിട്ടില്ലേ? എന്നാൽ പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? വേദഗ്രന്ഥത്തെ മുറുകെ പിടിക്കുകയും പ്രാർത്ഥന നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുന്നവരാരോ ആ സൽക്കർമ്മകാരികൾക്കുള്ള പ്രതിഫലം നാം നഷ്ടപ്പെടുത്തി കളയുകയില്ലേ തീർച്ച. നാം പർവ്വതത്തെ അവർക്ക് മീതെ ഒരു കുടയെന്നോളം ഉയർത്തിപ്പിടി നിർത്തുകയും അതവരുടെ മേൽ വീഴുക തന്നെ ചെയ്യുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. നാം പറഞ്ഞു, നാം നിങ്ങൾക്ക് നൽകിയത് മുറുകെ പിടിക്കുകയും അതിലുള്ളത് നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുക. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം. നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകളിൽ നിന്ന് അവരുടെ സന്താനത്തെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷിയായി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. അവൻ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് രക്ഷിതാവല്ലയോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി അശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കാം എന്നതിലാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ മുമ്പ് തന്നെ ഞങ്ങളുടെ പൂർവ്വ പിതാക്കൾ അള്ളാഹുവോട് പങ്കു ചേർത്തിരുന്നു. ഞങ്ങൾ അവർക്ക് ശേഷം സന്തതി പരമ്പരകളായി വന്നവർ മാത്രമാണ് എന്നിരിക്കെ ആ സത്യവാദികൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കും എന്നതിനാൽ അപ്രകാരം നാം തെളിവുകൾ വിശദമായി വിവരിക്കുന്നു. അവർ മടങ്ങിയേക്കാം. ഈ ഭാഗമാണ് ഭൂമിയിലെ എല്ലാ സകല വസ്തുക്കളെയും മനസ്സിലാക്കി തരുന്ന കാര്യം. അതായത് ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചയക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലമുൽ അർവാഹിൽ വെച്ചിട്ട് ഒരുമിച്ച് കൂട്ടിയിരുന്നു എന്നാണ്. നമ്മളെ മുതുകിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച് വിധാനിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കരാറ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കരാറ് വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മളെ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂഹുകളൊക്കെ അന്യോന്യം അങ്ങോട്ടും കൊണ്ട് തിരിച്ചറിയുന്നവരാണ് എന്നാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, പല ആളുകളും നമുക്ക് മുമ്പ് കണ്ട് പരിചയമുള്ള ആളെ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യൂലേ. ചില ആളുകളെയൊക്കെ ചിലപ്പോൾ നമ്മളെ ആലമുറ അർവാഹിൽ വെച്ചിട്ട് നമ്മളെ ഒരുമിച്ച് കൂട്ടിയ സമയത്ത് നമ്മൾ അടുത്ത് നിന്ന ആളുകളായിരിക്കാം. അല്ലാഹു അലം. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞു തരുന്നത് നമ്മൾ മുൻകൂട്ടി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട്. അല്ലാഹു ആണ് നമ്മളെ രക്ഷിതാവെന്നും നമ്മള് അള്ളാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ലെന്നൊക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ മനുഷ്യരുടെയും ഫിത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ട് അതിൽ നിന്ന് ഊരിച്ചാടുകയും അങ്ങനെ പിശാച് പിന്നാലെ കൂടുകയും എന്നിട്ട് ദുർമാർഗികളുടെ കൂട്ടത്തിലാവുകയും ചെയ്ത ഒരുവന്റെ വൃത്താന്തം നീ അവർക്ക് അയച്ചു കേൾപ്പിച്ചു കൊടുക്കുക. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ മൂലം അവന് ഉയർച്ച നൽകുമായിരുന്നു. പക്ഷേ അവൻ ഭൂമിയിലേക്ക് അത് ശാശ്വതമാണെന്ന ഭാവന തിരികെയും അവന്റെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയുമാണ് ചെയ്തത്. അപ്പോൾ അവന്റെ ഉപമ ഒരു നായയുടേത് പോലെയാകുന്നു. നീ അതിനെ ആക്രമിച്ചാൽ അത് നാവ് തൂക്കിയിടും, നീ അതിനെ വെറുതെ വിട്ടാലും അത് നാവ് തൂക്കിയിടും. അതാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളിയ ആളുകളുടെ ഉപമ. അതിനാൽ അവർക്ക് ഈ കഥ വിവരിച്ചു കൊടുക്കുക, അവർ ചിന്തിച്ചെന്ന് വരാം. നായക്ക് തുല്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും മനസ്സിലാക്കിച്ചു കൊടുത്തിട്ടും അത് സ്വീകരിക്കാതെ പോയ മനുഷ്യനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളുകയും സ്വദേഹങ്ങൾക്ക് തന്നെ ദ്രോഹം വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത ആളുകളുടെ ഉപമ വളരെ ചീത്ത തന്നെ. അള്ളാഹു ഏതൊരാളെ നേർവഴിയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിക്കുന്നവൻ, അവരെ വഴിപിഴപ്പിക്കുന്നുവോ അവരാണ് നഷ്ടം പറ്റിയവൻ. ജിന്നുകളിൽ നിന്നും
അള്ളാഹു ഏതൊരാളെ നിർവഴിയിലാക്കുന്നുവോ അവനാ സന്മാർഗം പ്രാപിച്ചവൻ. അവൻ ആരെ വഴി പിഴവിലാക്കുന്നുവോ അവരാണ് നഷ്ടം പറ്റിയവർ. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ച് അവർ കാര്യം നിർവഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ച് അവർ കണ്ടറിയുകയില്ല. അവർക്ക് കാതുകളുണ്ട്, അതുപയോഗിച്ച് അവർ കേട്ട് മനസ്സിലാക്കുകയില്ല. അവർ കാലികളെ പോലെയാകുന്നു, അല്ല അവരാണ് കൂടുതൽ പിഴച്ചവർ, അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അവന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക. അവർ ചെയ്തു വരുന്നതിന്റെ ഫലം അവർക്ക് വഴിയെ നൽകപ്പെടും. സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം നൽകുകയും അതനുസരിച്ച് തന്നെ നീതി നടത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നാം സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളഞ്ഞവരാകട്ടെ അവരറിയാത്ത വിധത്തിൽ അവരെ നാം പടിപടിയായി പിടികൂടുന്നതാണ്. അവർക്ക് ഞാൻ ഇട കൊടുക്കുകയും ചെയ്യും. തീർച്ചയായും എന്റെ തന്ത്രം സുശക്തമാണ്. അവർ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? അവരുടെ കൂട്ടുകാരന് മുഹമ്മദ് നബിക്ക് ഭ്രാന്തൊന്നുമില്ല. അദ്ദേഹം വ്യക്തമായി താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമാകുന്നു. ആകാശഭൂമികളുടെ ആധിപത്യ രഹസ്യത്തെപ്പറ്റിയും അള്ളാഹു സൃഷ്ടിച്ച ഏതൊരു വസ്തുവിനെ പറ്റിയും അവരുടെ അവധി അടുത്തിട്ടുണ്ടായിരിക്കാം എന്നതിനെ പറ്റിയും അവർ ചിന്തിച്ചു നോക്കുന്നില്ലേ? ഇനി ഇതിന് ഖുർആന് ശേഷം ഏതൊരു വൃത്താന്തത്തിലാണ് അവർ വിശ്വസിക്കാൻ പോകുന്നത്? ഏതൊരുവനെ അള്ളാഹു വഴിപിഴപ്പിക്കുന്നുവോ അവനെ നേർവഴിയിലാക്കാൻ പിന്നെ ആരുമില്ല. അവരുടെ ധിക്കാരത്തിൽ അന്ധമായി വിഹരിച്ചു കൊള്ളുവാൻ അള്ളാഹു അവർ വിട്ടേക്കുന്നതുമാണ്. അന്ത്യസമയത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു, അതെപ്പോഴാണ് വന്നെത്തുന്നത് എന്ന് പറയുക. അതിനെപ്പറ്റിയുള്ള അറിവ് എന്റെ രക്ഷിതാവിങ്കിൽ മാത്രമാണ്. അതിന്റെ സമയത്ത് അത് വെളിപ്പെടുത്തുന്നത് അവൻ മാത്രമാകുന്നു. ആകാശങ്ങളിലും ഭൂമിയിലും അത് ഭാരിച്ചതാകുന്നു. പെട്ടെന്നല്ലാതെ അത് നിങ്ങൾക്ക് വരികയില്ല. നീ അതിനെപ്പറ്റി ചുഴിഞ്ഞന്വേഷിച്ചു മനസ്സിലാക്കിയവനാണെന്ന് മറ്റിൽ നിന്നോട് അവർ ചോദിക്കുന്നു. പറയുക, അതിനെപ്പറ്റിയുള്ള അറിവ് അള്ളാഹുവിൽ മാത്രമാകുന്നു. പക്ഷേ അധികം ആളുകളും കാര്യം മനസ്സിലാക്കുന്നില്ല. നബിയെ പറയുക, എന്റെ സ്വന്തം ദേഹത്തിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ വരുത്തൽ എന്റെ അധീനതയിൽപ്പെട്ടതല്ല. അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം ഗുണം നേടിയെടുക്കുമായിരുന്നു. തിന്മ എന്നെ ബാധിക്കുകയില്ലായിരുന്നു. ഞാനൊരു താക്കീതുകാരൻ, വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷം അറിയിക്കുന്നവനും മാത്രമാണ്. ഒരൊറ്റ സ്നേഹത്തിൽ നിന്ന് തന്നെ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ് അവൻ. അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും അവനുണ്ടാക്കി അവളോടൊത്ത് അവൻ സമാധാനം അടയുവാൻ വേണ്ടി. അങ്ങനെ അവൻ അവളെ പ്രാപിച്ചപ്പോൾ അവൾ ലഘുവായ ഒരു ഭാരം വഹിച്ചു. എന്നിട്ട് അവൾ അതുമായി നടന്നു. തുടർന്ന് അവൾക്ക് ഭാരം കൂടിയപ്പോൾ അവർ ഇരുവരും അവരുടെ രക്ഷിതാവായ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു നല്ല സന്താനത്തെ തരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കും. അങ്ങനെ അവർക്കൊരു നല്ല സന്താനത്തെ നൽകിയപ്പോൾ അവർക്ക് അവൻ നൽകിയതിൽ നിന്ന് അവർ അവന് പങ്കുകാരെ ഏർപ്പെടുത്തി. എന്നാൽ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു ഉന്നതനായിരിക്കുന്നു. അവർ പങ്കു ചേർക്കുന്നത് യാതൊന്നും സൃഷ്ടിക്കാത്തവരെയാണോ? അവർ തന്നെ സൃഷ്ടിച്ചുണ്ടാക്കപ്പെടുന്നവരുമാണ്. അവർക്കൊരു സഹായവും ചെയ്യാൻ അവർക്ക് പങ്കാളികൾക്ക് സാധിക്കുകയില്ല. സ്വദേഹങ്ങൾക്ക് തന്നെ അവർ സഹായം ചെയ്യുന്നതുമല്ല. നിങ്ങൾ അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ അവർ നിങ്ങളെ പിൻപറ്റുന്നതുമല്ല. നിങ്ങൾ അവരെ ക്ഷണിച്ചിരുന്നാലും നിങ്ങൾ നിശബ്ദ പാലിച്ചിരുന്നാലും നിങ്ങൾക്ക് സമമാണ്. തീർച്ചയായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരെല്ലാം നിങ്ങളെപ്പോലെയുള്ള ദാസന്മാർ മാത്രമാണ്. എന്നാൽ അവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂ, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകട്ടെ, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. അവർക്ക് നടക്കാൻ കാലുകളുണ്ടോ? അവർക്ക് പിടിക്കാൻ കൈകളുണ്ടോ? അവർക്ക് കാണുവാൻ കണ്ണുകളുണ്ടോ? അവർക്ക് കേൾക്കാൻ കാതുകളുണ്ടോ? നബിയെ പറയുക, നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിട്ടു എനിക്കെതിരായി തന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊള്ളുക. എനിക്ക് നിങ്ങൾ ഇടതടയേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിളിച്ചിട്ട് എനിക്കെതിരെ തന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊള്ളുക. എനിക്ക് നിങ്ങൾ ഇടതടയേണ്ടതില്ല. തീർച്ചയായും ഈ ഗ്രന്ഥം അവതരിപ്പിച്ചനായ അള്ളാഹു ആകുന്നു എന്റെ രക്ഷാധികാരി. അവനാണ് സജ്ജനങ്ങളുടെ സംരക്ഷണമേൽപ്പിക്കുന്നത്. അവന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കൊന്നും നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. സ്വദേഹങ്ങൾക്ക് തന്നെയും അവർ സഹായം ചെയ്യുകയില്ല. നിങ്ങൾ അവരെ നേർവഴിയിലേക്ക് ക്ഷണിക്കുന്ന പക്ഷം അവർ കേൾക്കുകയില്ല. അവർ നിന്റെ നേരെ നോക്കുന്നതായി നിനക്ക് കാണാം, എന്നാൽ അവർ കാണുന്നില്ല താനും. നീ വിട്ടുവീഴ്ച സ്വീകരിക്കുകയും സദാചാരം കൽപ്പിക്കുകയും അവിവേകികളെ വിട്ട് തിരിഞ്ഞു കളയുകയും ചെയ്യുക. പിശാചിൽ നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും നിന്നെ ബാധിക്കുകയാണെങ്കിൽ നീ അള്ളാഹുവോട് ശരണം തേടിക്കൊള്ളുക. തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവരെ പിശാചിൽ നിന്നുള്ള വല്ല ദുർബോധനവും ബാധിച്ചാൽ അവർക്ക് അള്ളാഹുവെ പറ്റി ഓർമ്മ വരുന്നതാണ്. അപ്പോഴതാ അവർ ഉൾക്കാഴ്ചയുള്ളവരാകുന്നു. എന്നാൽ അവരുടെ പിശാചുക്കളുടെ സഹോദരങ്ങളെ ആവട്ടെ അവർ ദുർമാർഗത്തിൽ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. പിന്നീട് അവർ ഒട്ടും കമ്മി വരുത്തുന്നില്ല, അധർമ്മത്തിൽ കമ്മി വരുത്തുന്നില്ല. നീ അവർക്ക് എന്തെങ്കിലും ദൃഷ്ടാന്തം കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ അവർ പറയും, നിനക്ക് തന്നെ അത് സ്വയം കെട്ടിച്ചമച്ച് ഉണ്ടാക്കിക്കൂടെ? നബിയെ പറയുക, എന്റെ രക്ഷിതാവിൽ നിന്ന് ബോധനം നൽകപ്പെടുന്നതിന് പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് കണ്ണു തുറപ്പിക്കുന്ന തെരുവുകളും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശകവും കാരുണ്യവുമാണ് ഇത്. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. വിനയത്തോടും ഭയപ്പാടോടും കൂടി വാക്ക് ഉച്ചത്തിലാക്കാതെ രാവിലെയും വൈകുന്നേരം
നീ നിന്റെ രക്ഷിതാവിന്റെ മനസ്സിൽ സ്മരിക്കുക. നീ ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിലാകരുത്. തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ അടുക്കലുള്ളവർ മലക്കുകൾ അവനെ ആരാധിക്കുന്നതിനെ പറ്റി അഹംഭാവം നടിക്കുകയില്ല. അവർ അവന്റെ മഹത്വം പ്രകീർത്തിക്കുകയും അവനെ പ്രണമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ 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 റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ പരിശുദ്ധ ഖുർആനെ ഓതി കേൾക്കുമ്പോൾ നമ്മളെ ഖുർആൻ പാരായണം എവിടെ കേട്ടാലും നമ്മളത് എന്ത് ചെയ്യണം? നമ്മൾ നിശബ്ദത പാലിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും അതിനെ കവച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല. അതെവിടെയാണെങ്കിലും അത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും ഖുർആനെ പാരായണം കേൾത്ത് നിൽക്കുന്നതിൽ തന്നെ നമുക്ക് എന്തുണ്ട്? നമുക്ക് കാരുണ്യം കിട്ടുന്ന റഹ്മത്ത് ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആന് ഇനി അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പാരായണം ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും നിങ്ങളത് കേൾക്കുന്നത് പോലും എന്താണ്? നിങ്ങൾക്ക് റഹ്മത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കുള്ള അനുഗ്രഹം ഒരിക്കലും കുറയ്ക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരം നമ്മൾ അദ്കാറുകൾ ചെല്ലുന്നത്, നമസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ ചെല്ലുന്നത്, ഇതൊന്നും നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഇബാദത്തുകൾ തന്നെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണത്. രാവിലെയും വൈകുന്നേരം നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം എന്നുള്ള ഉച്ചത്തലാക്കാതെ ഭയപ്പാടോട് കൂടിയിട്ട് വിനയത്തോട് കൂടിയിട്ട് നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കണം. നമ്മൾ ഒരിക്കലും ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിലായിരിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മലക്കുകൾ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഒരു അഹങ്കാരവും ഇല്ല എന്നാണ്. നമ്മളിൽ എത്ര ആളുകൾ അഹങ്കാരത്തോട് കൂടിയിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്? ഞാനടക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ എപ്പോഴും വിനയവും അതുപോലെ തന്നെ സൽസ്വഭാവത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നിലനിർത്തി തരട്ടെ. എല്ലാ അഹങ്കാരത്തിൽ നിന്ന് നമ്മളെ ഹൃദയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അഹങ്കാരം ഒരു അണിമണിത്തൂക്കം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റില്ല എന്നാണ്. നമ്മളിൽ എത്ര ആളുകളിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ എത്രത്തോളം അഭിമാനം കൊള്ളുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബ പേര് പറയുമ്പോഴും നമ്മളെ മാതാപിതാക്കളെ പറയുമ്പോഴൊക്കെ അല്ലെ, ഒക്കെ അഹങ്കാരത്തിന്റെ ഒരു ചെറിയൊരു ചായ്വാണ് അതൊക്കെ. നമ്മളിൽ എത്രത്തോളം വിനയം നമ്മൾ ആളുകളോട് സംസാരിക്കുന്നുണ്ട്, നമ്മളിൽ എത്രത്തോളം നമ്മൾ ശബ്ദം ഉയർത്തിയിട്ടൊക്കെ എത്ര ആളുകളോട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ വിനയമില്ലാത്തവരുടെ ലക്ഷണത്തിൽ പെട്ടതാണ് അതൊക്കെ. വിനയത്തോടു കൂടി സംസാരിക്കുന്നവർ ഒരിക്കലും എന്താവൂല, ഒരിക്കലും നമ്മള് അതിരി കവിയൂല, നമ്മുടെ സംസാരത്തിൽ അതിരി കവിയൂല. നമ്മളിലൊക്കെ ആ ഒരു അഹങ്കാരത്തിന്റെ അംശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒക്കെ അർത്ഥം. നമ്മളെ സാഹചര്യങ്ങളിൽ നോക്കിയാൽ മതി നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. സൽസ്വഭാവത്തെ എപ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും നമ്മുടെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിനയപ്പെടുന്നവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വിനയപ്പെട്ടുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുന്ന അവർക്ക് സ്വരം ഉയരുകയില്ല. അവര് എത്ര തന്നെ എന്തൊക്കെ സംസാരിക്കണമെങ്കിലും അവർ സംസാരിക്കുന്നതിന് ഒരു മിതത്വം ഉണ്ടാവും എപ്പോഴും. ഞാനും നിങ്ങളും എപ്പോഴും ചിന്തിക്കാനുള്ള വാക്കുകളാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من لدنك ذرية طيبة انك سميع دعاء. يا غني الله غنني بفضلك من سواك. ربي انزلني منزلا مباركا انت خير المنزلين. اللهم يسر ولا تؤسر وتمم بالخير. اللهم لا سهل الا ما جعلته سهلا وانت تجعل الحسن اذا شئت سهلا. ربي اني لما انزلت لي من خير فقير. ربي إني لما أنزلت إلي من خير فقير. ربي إني لما أنزلت إلي من خير فقير. سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. ربي أنزلني منزلا مباركا أنت خير المنزلين. الله الله ربي لا أشرك بشيء. الله الله ربي لا أشرك بشيء. الله الله ربي لا أشرك بشيء. لا إله إلا الله العليم العليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات رب الأرض رب العرش الكريم.
അള്ളാഹുയെ റഹ്മറാഹിമിൻ അള്ളാഹുയെ ആദൽ ജലാൽ ഇക്രാമായ അള്ളാഹിയുൽ ഖയ്യൂമായ അള്ളാഹുയെ നിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹുയെ സ്വർഗം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും അള്ളാഹുയെ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അള്ളാഹുയെ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുതേ. റഹ്മറാഹിമിൻ അള്ളാഹുയെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് തരികയും ഞങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരികയും ഞങ്ങളുടെ സ്വഭാവത്തെ നീ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചു തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. റഹ്മറാഹിമിൻ അള്ളാഹുയെ നീ കൽപ്പിച്ച കാര്യങ്ങൾ അള്ളാഹുയെ നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലായിക്കൊണ്ട് അള്ളാഹു ഉത്തമമായ രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. നീ കൽപ്പിക്കാത്ത കാര്യങ്ങളിൽ അള്ളാഹുയെ ഞങ്ങൾക്ക് നീ വിടുതൽ നൽകുകയും ഞങ്ങളെ നീ കാവലേക്കുകയും ഞങ്ങൾക്ക് നീ നേരായ വഴി കാണിച്ചു തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മറാഹിമിനെ അള്ളാഹു അദൽ ജലാൽ ഇക്രാമായ അള്ളാഹുയിൽ ഖയ്യൂമായ അള്ളാഹു നിന്റെ റഹ്മത്തും നിന്റെ ബർക്കത്തും അള്ളാഹുയെ നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരയണമേ. അള്ളാഹുയെ നിന്റെ റഹ്മത്തിലായിക്കൊണ്ട് തന്നെ അള്ളാഹുയെ റഹീമായ ഉത്തമമായ നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹുയെ ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിഞ്ഞു തരയണമേ. യാ റഹ്മറാഹിമിൻ അള്ളാഹുയെ റഹീമായ അള്ളാഹുയെ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നിന്റെ ഉത്തമ അടിമകളാകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. നേരായ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരികയും ആയുസ്സിലും ആരോഗ്യത്തിലുമായിക്കൊണ്ട് നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന നിന്റെ ഉത്തമ അടിമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ ഞങ്ങളുടെ ഈ റമദാൻ അല്ലാഹുവെ വിജയകരമായി ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ നീ തൃപ്തിപ്പെട്ട നിന്റെ ഉത്തമ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അല്ലാഹുവെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട സ്വർഗപ്രവേശനം ലഭിച്ച നിന്റെ ഉത്തമ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ അലയിൽ അല്ലാഹു നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ ജന്നാത്തിൽ ഫിർദൗസിൽ അലയിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. റഹ്മറാഹിമിൻ അല്ലാഹുവെ സ്വർഗ പൂങ്കാവനത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ അലയിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ സന്തതി പരമ്പരകൾക്കും അല്ലാഹുവെ ഞങ്ങളെ ഇണകൾക്കും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവർക്കും അല്ലാഹുവെ നീ അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമിൻ അല്ലാഹു നിങ്ങൾ നിന്ന് നിന്നിലേക്ക് മടങ്ങിയവർക്ക് അല്ലാഹുവെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ ഞങ്ങളുടെ അന്ത്യസമയം ഏറ്റവും ഉന്നതമായ സ്റ്റേറ്റിലാക്കി തന്ന് അനുഗ്രഹിക്കണമേ. മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ട് മലക്കുകൾ സലാം ചൊല്ലിക്കൊണ്ട് വിളിക്കുന്ന അല്ലാഹു നിന്റെ നൂറ് കണ്ടുകൊണ്ട് നിന്നിലേക്ക് മടങ്ങുന്ന നിന്റെ ഉത്തമരാടിമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി തരിക. അല്ലാഹു ഖബറിലെ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ സ്ഥിരത നൽകുകയും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണമേ. യാ റഹ്മറാഹിമിൻ അല്ലാഹുവെ നാളെ പരലോകത്ത് വെച്ച് വിചാരണ വേളയിൽ അല്ലാഹു വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട നിന്റെ സമൂഹങ്ങളിൽ അല്ലാഹു ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമിൻ അല്ലാഹുവെ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് അല്ലാഹുവെ ഞങ്ങൾക്ക് ഈ ഇൽമു എത്തിച്ചു തന്ന ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ ബന്ധുക്കൾക്ക് അല്ലാഹുവെ അവർക്ക് നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ പാപങ്ങൾ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. ഞങ്ങളുടെ ഈ കൂട്ടായ്മ അല്ലാഹുവെ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കണമേ. ഞങ്ങളിൽ നിന്ന് അല്ലാഹുവെ പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ. അവരുടെ ജീവിതമാർഗങ്ങളിൽ അല്ലാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമിൻ അല്ലാഹുവെ നിന്റെ കാരുണ്യന്റെ ധാര്യം കൊണ്ട് അല്ലാഹുവെ അസുഖങ്ങൾ കൊണ്ട് അല്ലാഹുവെ മാറാരോഗങ്ങൾ കൊണ്ട് അല്ലാഹുവെ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കണമേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ നീക്കി അവർക്ക് നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അവരെല്ലാം സമാധാനത്തിന്റെ മാർഗത്തിൽ എത്തിച്ച് അവരുടെ കുടുംബങ്ങൾക്ക് നീ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമിൻ അല്ലാഹുവെ ഞങ്ങളുടെ സന്തതി പരമ്പരകളെ സ്വാലിഹീങ്ങളെയും ആരിഫീങ്ങളെയും ഹാഫിളീങ്ങളും ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. ഞങ്ങളുടെ ഇണകളിൽ അല്ലാഹു ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബന്ധങ്ങളിൽ അല്ലാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകണമേ. സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും വിധി കൂട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളുടെ കുടുംബങ്ങളിൽ അല്ലാഹു സന്തോഷവും സുഖവും സമാധാനവും സംതൃപ്തി നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. അവരുടെ റഹ്മത്തിലും ബർക്കത്തിലും ഐശ്വര്യത്തിലും അല്ലാഹുവെ ഉന്നതമായ സ്ഥാനങ്ങളിലും നൽകി അനുഗ്രഹിക്കണമേ. അവരെ ജനങ്ങൾക്ക് മുമ്പിൽ അല്ലാഹു ഉത്തമരും ഉന്നതരും ആക്കി അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിത വിഭവങ്ങളിൽ അല്ലാഹു നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അവർക്ക് ഇഹലോകത്തും പരലോകത്തും ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമിൻ അല്ലാഹു ഞങ്ങളെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്ത് മാപ്പ് കൊടുക്കുക ഇഹലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അവർക്ക് അവരുടെ പാപങ്ങൾ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. അവർക്ക് നേരായ വഴി നൽകുകയും അല്ലാഹുവെ അവർക്ക് അവരുടെ മടക്കസ്ഥാനം അല്ലാഹു ഉന്നതമായ സ്ഥലത്താക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ.
നിന്റെ ഭവനത്തിൽ വന്ന് സുജൂദ് ചെയ്യാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ കുടുംബങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ റഹ്മാൻ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കുന്നതിൽ അല്ലാഹുവേ ഞങ്ങൾ ഒഴിവ് കഴിവ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, എല്ലാ സത്യവിശ്വാസികളും ചോദിച്ച എല്ലാ അനുഗ്രഹങ്ങളും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. എല്ലാ സത്യവിശ്വാസികളും അഭയം തേടിയ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹുവേ നിന്നിലേക്ക് ഞങ്ങൾ അഭയം തേടുന്നു. യാ റഹ്മാൻ അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിത വിഭവങ്ങളിൽ അല്ലാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും പരിപൂർണമായി പൂർത്തീകരിച്ച് തന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വാഹനങ്ങളിലും ഞങ്ങളുടെ സമൂഹങ്ങളിലും ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ അല്ലാഹുവേ നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മേലധികാരികൾക്ക് അല്ലാഹുവേ നീ ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹു, അവർക്കും ഞങ്ങൾക്കും ഇടയിൽ അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹുവേ, ഞങ്ങളുടെ നാടുകളിൽ അല്ലാഹുവേ സമാധാനം നൽകണമേ. ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് ഞങ്ങളോട് നീ കാരുണ്യം കൊടുക്കണമേ. ഞങ്ങൾക്ക് സമാധാനം നിറഞ്ഞ കുടുംബജീവിതങ്ങളും ദാമ്പത്യ ജീവിതങ്ങളും അല്ലാഹുവേ സാമൂഹികമായ ഉന്നതമായ സ്ഥാനങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ ആമീൻ ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. അല്ലാഹുവേ, മലക്കുകൾ ആമീൻ പറയുന്ന മജ്ലിസായി അല്ലാഹുവേ നീ ഇതിനെ സ്വീകരിക്കുകയും നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ ഇതിനേക്കാളും ഉന്നതമായ സ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് നീ ഉത്തമമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപിരിഞ്ഞാൽ അല്ലാഹുവേ നിന്റെ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് ചുറ്റും അല്ലാഹുവേ നിന്റെ തൃപ്തിയും പൊരുത്തവും അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലതു ഭാഗത്തു നിന്നും മുകളിൽ നിന്നും താഴ്ഭാഗത്തു നിന്നും ഇടതു ഭാഗത്തു നിന്നും അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ സംരക്ഷണത്തിന് കൂടാരം ഒരുക്കി തരികയും ഇഹലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഉത്തമരായ അടിമകളാകാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സ്വഭാവങ്ങളെ അല്ലാഹുവേ ഉന്നതമായ സ്ഥാനത്താക്കി തന്ന് അനുഗ്രഹിക്കണമേ. ആമീൻ ആമീൻ ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربي انزل منزلا مبارك انت خير منزلين. آمين آمين آمين. برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين آمين آمين. برحمتك يا أرحم الراحمين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.